കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം വീണ്ടും നിങ്ങളുടെ മുൻപിൽ കർത്താവിന്റെ വചനവുമായി വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് 100 സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. വിശ്വാസികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഈ പങ്ക്തിയിൽ ഇന്ന് ഞാൻ വിശ്വാസികളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. പലപ്പോഴും പല സഭകളിലും പല വിശ്വാസികളോടും സംസാരിക്കുമ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവദാസൻ എന്നെ ഗൗനിക്കാറില്ല, എന്നെ മാനിക്കാറില്ല. ഞാൻ ചോദിക്കുക, എന്തുകൊണ്ടാണ്, എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നേ? നിങ്ങൾ വീട്ടിൽ വരാറില്ലേ? വീട്ടിൽ വരാറുണ്ട്, വീട്ടിൽ പ്രാർത്ഥന വെക്കാറുണ്ട്, പക്ഷെ അദ്ദേഹം എന്നെ ഗൗനിക്കാറില്ല. ഞാൻ ചോദിക്കുക, എന്താ കാരണം? എനിക്കൊരു സാക്ഷ്യത്തിനോ പ്രബോധനത്തിനോ ഒന്ന് പ്രസംഗിക്കാനുള്ള അവസരം തരാറില്ല. അപ്പോൾ ഈ നമ്മുടെ ആഗ്രഹങ്ങളെ പലപ്പോഴും എനിക്ക് സഭയിൽ പ്രസംഗിക്കണം, എനിക്ക് സഭയിൽ ഒരു പ്രബോധിപ്പിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നാം മാറും. അപ്പോൾ ദൈവദാസന് തരാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടൊരു ചിന്ത, അദ്ദേഹം തരുന്നില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു സഭയൊക്കെ തുടങ്ങി ഞാൻ അവിടെ പ്രസംഗിച്ചോളാം. ഞാൻ കാര്യം പറയട്ടെ ദൈവമക്കളെ, ഒരു ദൈവദാസൻ നമുക്ക് സമയം തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നാം ചെയ്യേണ്ടത് കർത്താവിന്റെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. അത് സഭയിൽ പ്രസംഗിക്കുക എന്നുള്ളതല്ല. സഭയിൽ പ്രസംഗിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരാം, ചിലപ്പോൾ ചിലർക്ക് സാധിച്ചില്ലെന്ന് വരാം. സഭയിൽ പ്രസംഗിക്കുന്നതിനേക്കാളും ഉപരി പുറത്തുള്ള 2 പേരോട് സുവിശേഷം പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നാം എത്ര പേരെ നമ്മുടെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്? എത്ര പേർ വിശ്വാസത്തിൽ നമ്മുടെ പ്രവർത്തനത്തിലൂടെ കടന്നു വന്നു? എത്ര പേര് കർത്താവിനെ കണ്ടെത്തി? എത്ര പേർ രോഗസൗഖ്യം പ്രാപിച്ചു? എത്ര പേർ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു? ഈ കാര്യങ്ങളാണ് സത്യത്തിൽ വിശ്വാസി ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്. സഭയിലെ പൊസിഷനോ, സഭയിൽ സാക്ഷ്യം പറയുന്നതോ, അല്ലെങ്കിൽ സഭയിൽ ഞാൻ ട്രഷറർ ആണോ, ഞാൻ കമ്മിറ്റി മെമ്പർ ആണോ എന്നോ, ഇതൊന്നുമല്ല. നാം ശ്രദ്ധിക്കേണ്ടത് എപ്രകാരം എനിക്ക് ഒരു വ്യക്തിയെ കർത്താവായ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്നുള്ളതാണ്. അങ്ങനെ ഓരോ വിശ്വാസികളും യഥാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ മാത്രമേ സഭ വളരത്തുള്ളൂ. എന്നാൽ പലപ്പോഴും പല വിശ്വാസികളെയും കാണുമ്പോൾ എപ്പോഴും അവർക്ക് പറയാനുള്ളത് സഭാ ലീഡർഷിപ്പിന്റെയും അല്ലെങ്കിൽ സഭാ പാസ്റ്ററുടെയും കുറ്റങ്ങളാണ്. എന്നാൽ നമുക്ക് അതിലൊരു മാറ്റം ഉണ്ടാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു അഭിഷക്തനെതിരായിട്ട് സംസാരിക്കുവാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാകണമേ, എൻ്റെ സഭ വളരണമേ, കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാകണമേ, കർത്താവ് ഞങ്ങളുടെ സഭയിലേക്ക് ആളുകൾ, നമുക്കിത് പ്രാർത്ഥിക്കാം. എന്നാൽ വ്യക്തിയെ കുറ്റം പറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. ഞാൻ 10 പേരുടെ സുവിശേഷം പുറത്തറിയിക്കും, ഞാൻ ഒരു കുടുംബത്തെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും എന്ന ചിന്തയോടെ നാം മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ സഭയിലും മാനിക്കും, ദൈവം നമ്മെ പുറത്തും മാനിക്കും. നാം ദൈവത്തിന്റെ വിളി എന്നത് എന്നറിഞ്ഞ് നാം മുൻപോട്ടിറങ്ങുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ വഴികളെ തുറക്കുവാനിടയാകും. ഈ പകൽക്കാലം ദൈവം നിങ്ങൾ സമർത്ഥയോടെ അനുഗ്രഹിക്കട്ടെ. 10 പേരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, കർത്താവിന്റെ രാജ്യം വളരുവാൻ, സഭ വ്യത്യാസമന്യേ എല്ലാവരെയും സ്നേഹിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ട്രാൻസ്മിഷൻ അവസാനിപ്പിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവിക സമാധാനത്താൽ പ്രൊട്ടക്ഷൻ നിങ്ങൾ നിറയ്ക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവം സമർത്ഥയോടെ അനുഗ്രഹിക്കട്ടെ.